ഇതേപോലെ വിജയ് നിന്ന് പ്രസംഗിച്ചതുപോലെ താഴെ സാരി ഇട്ട് നവ്യ നായർ ഇരിക്കണം. അതൊക്കെ ഒരു ഞാൻ എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ കരിയറിന് ഉച്ചത്തെ ഞാൻ വിട്ടിട്ട് വേണം വരാൻ റെഡി കേട്ടോ. സീരിയസ്ലി കരിയറിന് ഉച്ചത്തിലാണല്ലോ ഞാനിപ്പോ. ഉച്ചയിലടിച്ച് മിക്കവാറും നാട്ടുകാരെന്റെ അവരെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ വഴിയില്ല, CM ആയേ പറ്റൂ. പിന്നെ എനിക്ക് CM എന്ന് പറഞ്ഞ പോണ്ടി വരും. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ കല്യാണം കഴിക്കണോ അതോ വേണ്ടയോ? എന്തുകൊണ്ട്? ഇതൊക്കെ ആശാൻ പറഞ്ഞാലും ശരിയാവില്ല. ചില ദിവസങ്ങളിൽ തോന്നും കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നും, ജനിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോവും. ആ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്തിനാണ് ജനിച്ചതെന്ന് തോന്നിപ്പോവും. അപ്പൊ ഇതിനകത്ത് തന്നെ അനീഷ് ഷർട്ടിടാതെ അഭിനയിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം അടി കിട്ടിയതാ വീട്ടിൽ. സത്യം, ആദ്യം മോനാ വന്ന് അത് നിർത്താതെ തല്ല മക്കളവരെ അടി കിട്ടും. അടി തന്നെ അടി. മൂത്തവൻ പിന്നെ എന്താ പറയാ 5-6 അടിയിലങ്ങ് ഒതുക്കി. പറയണ്ടല്ലോ. ലാലേട്ടന്റെ ഷോന് പോയി, പിന്നെ ഞാൻ അവിടെ സ്റ്റേ ബാക്ക് ചെയ്തു വേറൊരു പരിപാടി ഉള്ളതുകൊണ്ട്. 20 ദിവസം ആയപ്പോഴേക്കും ഇവിടെ വേറെ കുടുംബവും കുട്ടിയൊക്കെ ഉള്ള രീതിയിലേക്ക് വരെ ചോദ്യം ഉണർന്നു. സ്വാഭാവികമായിട്ടുണ്ടാവും, കാരണം നമ്മുടെ ചരിത്രം അതാണ്. എനിക്കൊരു 19 വയസ്സിലൊക്കെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ബുദ്ധി വന്നപ്പോ അങ്ങനല്ല ചോദിച്ചേ, ഏത് പ്രായത്തിലാണ് ഐഡിയൽ ഏജ് ടു ഗെറ്റ് കാര്യം പറയാം. അറിയാതൊരു കാര്യം പറഞ്ഞു. എനിക്ക് 19 വയസ്സിലായിരുന്നു കല്യാണം കഴിക്കാൻ താല്പര്യം. അതെനിക്ക് ബുദ്ധി ഉറച്ചില്ല. 19 വയസ്സായിട്ട് ബുദ്ധി ഉറച്ചില്ല എന്ന് പറയുന്നത്. എനിക്ക് ബുദ്ധി ഉറച്ചപ്പോ അത് മാറി കിട്ടി. ഉറച്ചൊന്നും ഉറപ്പിക്കാൻ തോന്നുന്നു. എനിക്ക് തോന്നിയിട്ടുണ്ട് 14 വയസ്സിൽ കല്യാണം കഴിച്ച് സെറ്റിൽ ആയല്ലോ. സ്വാഭാവികം. ഞാൻ ചോദിച്ചു 14 വയസ്സിലെ കല്യാണം, കാരണം ആ സമയത്ത് എനിക്കൊരു പ്രണയമുണ്ട്. കുട്ടി അളിയാന്ന് വിളിക്കാൻ പറ്റുന്ന പിന്നെ അച്ഛനെങ്ങനെ അളിയാന്ന് വിളിക്കുന്നു. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. അങ്ങനെ നമ്മൾ ചോദിച്ചു പോകാൻ പോകുന്നത് ഈ ഓഗസ്റ്റിലേക്കാണ്. ഈ ഓഗസ്റ്റിൽ റിലീസ് ചെയ്യാൻ പോകുന്ന മൂവിയാണ്. നമ്മൾ വിവാഹം എന്ന് കേട്ടിട്ടുണ്ട്. സോ ദിസ് ഈസ് വിവാഹം ആയിട്ടില്ല. അതെന്തുകൊണ്ട് വിവാഹത്തിലേക്കായില്ല എന്നത് തീർച്ചയായിട്ടും അറിയണം. ഇപ്പം വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നമ്മുടെ ധ്യാൻ. എന്താണ് വിശേഷങ്ങൾ ധ്യാൻ? അനീഷ് പറയൂ, എന്താണ് വാർത്തകൾ? ഞങ്ങൾ കുറേ നേരം സെയിം പറയുവാണല്ലേ നൈന? കേരളത്തില് ഇവിടെ ഇല്ലേ? പറയൂ, ഇവിടെ ഇല്ലേ? ഇവിടെ തന്നെ ഉണ്ട്. ഈ വിവാഹത്തിന്റെ വിശേഷം പറയൂ. വേറെ വിശേഷത്തിലേക്ക് പോയി. വിവാഹത്തിന്റെ വിശേഷം എന്നാണ് ഓഗസ്റ്റില് റിലീസാണ്. ബ്ലസ്സൻ ഡയറക്റ്റ് ചെയ്ത്, അഭിഷേക് എഴുതി, സർലിൻ പ്രൊഡക്ഷൻസിന്റെ ബാലൻസ് സെൽവം പ്രൊഡ്യൂസ് ചെയ്ത്, അരുൺ മുരളീധരൻ മ്യൂസിക് ചെയ്ത്, ഷെറിൽ എഡിറ്റ് ചെയ്ത്, ഞങ്ങള് ഉൾപ്പെടുന്ന ഒരു വലിയ താരനിര. നമ്മള് ചെറിയ താരനിരയല്ല, അത്യാവശ്യം വലിയ താരനിരയുള്ള ഒരു കുഞ്ഞു സിനിമ. ഓരോ കപ്പിൾസിന്റെ സ്റ്റോറി പറയുന്നതാണോ അല്ലെ? ഓരോ അത് കണ്ടാല് മനസ്സിലാവാനുള്ള ബോധം ഇല്ലാതെ അതിലെന്താണ് വരുന്നതെന്ന്, വിവാഹത്തിലേക്ക് എത്താത്തതിന്റെ റീസൺ എന്താണ്? വിവാഹത്തിൽ എത്തി നിൽക്കുന്ന കപ്പിളുടെ കഥയാണ്. വെച്ചുകഴിഞ്ഞാൽ ആഫ്റ്റർ മാരേജ് ഇഷ്യൂസ് ആണ്. എന്ന് വെച്ചുകഴിഞ്ഞാൽ കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിക്കുന്ന ഒരേ ഫ്ലാറ്റിൽ, ഇതിലുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് 4 പേരും ഒരേ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലാണ് 4 കപ്പിളും താമസിക്കുന്നത്. 4 പേർക്കും 4 ചുറ്റുപാടുന്നുള്ള 4 അവസ്ഥയിൽ നിന്ന് വരുന്ന 4 ആൾക്കാർ. അവർക്കൊക്കെ തന്നെ 4 രീതിയിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവരുടേതായിട്ടുള്ള സന്തോഷവും വിഷമവും ഒക്കെ ഉണ്ട്. അത് ഒരു മോഡേൺ ഡേ എന്താ പറയണ്ടേ, നോൺ ലീനിയർ ആയിട്ട് പറഞ്ഞു പോകുന്നു. ആ പ്രശ്നങ്ങളിൽ ഒരു പ്രധാനം ചെയ്യുന്നത് ഞാനും എന്റെ പാർട്ട്ണറാണ് നയര. അദ്ദേഹത്തിന്റെ പാർട്ട്ണർ വന്നിട്ടില്ല, ശ്രുതി. അപ്പൊ അവര് അന്ന് ഷൂട്ടിന്റെ സമയത്ത് തന്നെ പ്രശ്നമായിട്ട് ഉടക്കിപ്പോയി. അതുകൊണ്ട് ഈ ഏരിയയിലേക്കേ വന്നത്. ശ്രുതി എന്തുകൊണ്ട് വന്നില്ല? നിങ്ങളുടെ പേര് മാത്രം ചോദിച്ചില്ല. അന്ന് ഉണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ നിന്ന് ഇവിടെ വരാത്തതാണോ? അല്ല, വേറെന്തോ വിഷയമാണ്. അപ്പൊ ഇതിലേ നിങ്ങൾ എല്ലാ ഇന്റർവ്യൂസിലും ഈ സിനിമയെ പറ്റി ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇത് സ്റ്റാർട്ടിങ് തന്നെ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ, ഒരു സെഗ്മെന്റിലേക്ക് പോയാലോ?
ഓ, അത് സന്തോഷം അല്ലേ? സന്തോഷം. അല്ലെ ഇതിങ്ങനെ എന്റെ ക്യാരക്ടർ ഇതാണ്, ഞാൻ ഇതാണ്, അങ്ങനെ പറയണ്ടല്ലോ അല്ലേ? സെഗ്മെന്റിൽ പോവാം. ഓക്കെ. വിവാഹ സെഗ്മെന്റിലേക്ക് തന്നെ പോവാം. റെഡിയാണോ? കൈയടിക്ക്. ഞാനേ കാടും മലയിലും കയറി ഇറങ്ങി നമ്മൾ ഇന്റർവ്യൂ സെഗ്മെന്റ് ആണ് ഞങ്ങൾക്ക് പേടി. കാരണം ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചതും ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചിട്ടില്ലല്ലോ അല്ലേ? കഴിക്കാൻ പോകുന്നതും കഴിച്ചവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഉണ്ട്. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും ഞങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ, ശരി, സ്റ്റാർട്ട് ചെയ്യാം. റെഡി? എന്റെ വിവാഹം, അതാണ് സെഗ്മെന്റിന്റെ പേര്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ കല്യാണം കഴിക്കണോ അതോ വേണ്ടയോ? എന്തുകൊണ്ട്? നല്ല ക്വസ്റ്റ്യൻ. ആശാനെ പറഞ്ഞോട്ട് ഞാനേ ഇതൊക്കെ ആശാൻ പറഞ്ഞാല് അടുത്ത് വെയിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അല്ലേ അതൊരു ഇത് ഇവിടെ നിന്ന് തുടങ്ങിക്കൂടെ? നടുക്കിരിക്കുന്ന ആൾ തുടങ്ങുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, എന്നാ അന്വേഷിച്ചു തുടങ്ങി. റെഡി? ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ആദ്യത്തെ ഒരു മാസത്തിന്റെ 15 ദിവസം നമുക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നത്തെ ബാക്കി ഭാഗം ഒരിക്കലും കെട്ടരുത് എന്ന് തോന്നും. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തില്. ശരി, ഇൻട്രസ്റ്റിംഗ്. ഇല്ല, ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. എന്താ ചോദ്യം എന്തായിരുന്നു ഒന്നുകൂടെ പറയാമോ? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ കല്യാണം കഴിക്കണോ അതോ വേണ്ടയോ? ഇതാണ് ആ കാഴ്ചപ്പാട് മാത്രം. കഴിക്കണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കേണ്ടതെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. പിന്നെ കഴിക്കണ്ടെന്ന് തോന്നും, പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ തോന്നും കഴിക്കണം എന്ന് തോന്നും. അതാ ഞാൻ പറഞ്ഞത്. ആദ്യത്തെ കഴിക്കണം എന്ന് തോന്നും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കഴിക്കണ്ട തോന്നും. അങ്ങനെ ഒരു വളരെ സങ്കീർണമായിട്ടുള്ള അവസ്ഥയാണിത്. മനസ്സിലായില്ലേ? കഴിച്ചവരോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ചില ദിവസങ്ങളിൽ തോന്നും കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നും, ജനിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോകും. ആ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, എന്തിനാണ് ജനിച്ചതെന്ന് തോന്നിപ്പോകും. കല്യാണം അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട്. എന്തിനാണ് ജനിച്ചതെന്ന് തോന്നിപ്പോയി. ഒരവസരം പറയുകയാണെങ്കിലും ഒരു സിറ്റുവേഷൻ അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താ പറയാനിരിക്കുന്നത്? അത് വളരെ സങ്കീർണമായ ഇതിലെ കാര്യങ്ങളിലൂടെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വർഷം കുറച്ചായി. അപ്പോ എനിക്കതാ പറയാനുള്ളത്. ദിവസങ്ങളാണ്, ഓരോ ദിവസങ്ങൾ അനുസരിച്ചിരിക്കും. അത് മാറി മറഞ്ഞു ഇരിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് സത്യമാണ്, വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ പൊതുവേ പറയും കഴിക്കണം. കാരണം ഒരു മനുഷ്യൻ ഇവോൾവ് ആവുന്നത്, ശരി, ഇവോൾവ് ആവുന്നത് ആസ് എ മാൻ ഇവോൾവ് ആവുന്നത് ഇത്തരത്തിലുള്ള സങ്കീർണമായ ചിത്രങ്ങളിലൂടെയാണല്ലോ മനുഷ്യന് നല്ല കാര്യം എന്തോ പറയാൻ വേണ്ടി അത്തരത്തിലുള്ള അതൊരു വലിയ രീതിയിലുള്ള നമ്മുടെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളെ പാകപ്പെടുത്തും പല കാര്യങ്ങളും. നമ്മൾ എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ കുടുംബജീവിതം നമ്മളെ ഒരു പല പ്രശ്നങ്ങൾ സങ്കീർണ കുറെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് പറയാ എന്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മച്ചുവർ ആയിട്ടുള്ള എന്തും നമ്മളിപ്പോ നമുക്ക് പുറത്ത് പല പ്രശ്നങ്ങളുണ്ടാവും, ജോലി പ്രശ്നങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ. അതൊക്കെ ഈ പ്രശ്നത്തിന് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. ഓക്കെ, അപ്പൊ ഇതാവും എല്ലാം പ്രശ്നമായ എന്ന് വെച്ചിട്ട് ചില ദിവസങ്ങളിൽ നമുക്ക് തോന്നും കുടുംബം, മക്കൾ, എന്തൊരു രസമുള്ള. ശരി, ഇപ്പൊ ഞാന് ഇപ്പൊ തന്നെ ഞാൻ ഇത് യാത്ര, ഞാൻ പുറത്തൊരു ലാലേട്ടൻ്റെ ഒരു ട്രിപ്പിന് പോയിട്ട് യാത്രയൊക്കെ അയർലൻഡിൽ ഞാൻ വരിക. എൻ്റെ കയ്യിൽ ഒരു പെട്ടിയേ ഉള്ളൂ. ഒരു പെട്ടി എന്ന് വെച്ചാൽ ഞാൻ കുറെ ബാഗൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യാൻ ആളാ പൊതുവെ. അങ്ങനെ ഞാൻ മകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങാം എന്നുള്ള രീതിയിൽ ഒരു കടയിൽ കയറിയതാ. ഒരു കടയിൽ കയറി കട മൊത്തം അവള് വാങ്ങിച്ചു. കട മൊത്തം വാങ്ങിച്ചിട്ട് അപ്പം എനിക്ക് ഇടാനുള്ള തുണിയൊക്കെ സ്വാഭാവികമായിട്ട് ഒറ്റപ്പെട്ടിയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ തിരിച്ച് പിന്നെ അതിനുശേഷം എനിക്ക് 2 പരിപാടി ഉണ്ട്. അപ്പം ഞാൻ ഈ പെട്ടിയിൽ ഇത് കൊള്ളുന്നില്ല. രണ്ടാമത്തെ ഒരു പെട്ടി വാങ്ങിക്കാനുള്ള പ്രശ്നമുണ്ട്. എനിക്ക് കുറെ പെട്ടി ക്യാരി ചെയ്യാനുള്ള പണിയുണ്ട്. അവസാനം ഞാൻ ഈ ഡ്രസ്സുകളെല്ലാം തന്നെ ഉപേക്ഷിച്ചു, ഈ ചോയ്സ് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡ്രസ്സും അവിടെ ഉപേക്ഷിച്ചു. അവസാനത്തെ പരിപാടി കിട്ട ഡ്രസ്സ്, ശരിക്കും ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ. ആ പരിപാടി കിട്ടുന്ന ഡ്രസ്സായിരുന്നു ഞാൻ ഒരു 5-6 ദിവസമായിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. കാരണം ഞാൻ വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തിട്ടാണ് ഈ പരിപാടിക്ക് വേണ്ടി വന്നത്. അപ്പൊ ഈ വലിയ പെട്ടിയാണത്. ഇതിൽ കൂടുതൽ വലിയ പെട്ടി ക്യാരി ചെയ്യാൻ പറ്റില്ല. അത്രയും വലിയ പെട്ടി മുഴുവൻ ഇവിടെ കളിപ്പാടായി. അതിനുശേഷം അവൾ എന്നോട് പരാതി പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അവള് മകള് പറയാം, ഇതൊരു കടയിൽ കയറി എന്നോട് വേറെന്തോ സാധനം അടത്തിന്റെ സാധനം അയച്ചു തന്നിട്ട് പറഞ്ഞു ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്റെ പെട്ടിയിൽ ഇനി സ്ഥലമില്ല. അവള്
കരച്ചിൽ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, നിങ്ങൾ എന്ത് അച്ഛനാണ്, അതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് തുണി പോലും ഇടാനില്ല, ഞാൻ തോർത്തെടുത്തിട്ട് അച്ഛനാ ഞാൻ. പക്ഷെ ചില കാര്യങ്ങൾ ഇതൊക്കെ ഇപ്പൊ എനിക്ക് അച്ഛനാകുമ്പോ എന്റെ അച്ഛൻ എന്തൊക്കെ അനുഭവിച്ചിരുന്നു എന്നുള്ള മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മള് ശരിക്കും നമ്മളെ മാതാപിതാക്കളെ നമ്മൾ എന്തൊക്കെ രീതിയിൽ ഇത് ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചടിക്കും. തിരിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ ജന്മത്തിലെ ശത്രുവാണ് മകനോ മകളോ ആയിട്ട് ജനിക്കുക എന്ന് പറയുന്ന നമ്മളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? അത് സത്യമാണ്. എന്നെ എന്നിട്ട് ഈ ടോയ്സ് വാങ്ങിച്ച ദിവസം എന്നോട് പറഞ്ഞു ഐ മിസ് യു എന്ന്. ഇത് സ്നേഹം കൂട്ടിയില്ലേ? ഈ മറ്റേ എന്തോ ഒരു ഇതേപോലെ ഒരു 10 രൂപയുടെ ചെറിയൊരു സാധനം വാങ്ങിക്കാതെ ഞാൻ പറഞ്ഞു അത് സ്ഥലമില്ല, ഐ ഹേറ്റ് യു, അങ്ങനെ ഞാൻ പറഞ്ഞു. ഇത് മകളുടെ കാര്യം, ഹരിയുടെ കാര്യം പിന്നെ പറയേ വേണ്ട, കാരണം മിണ്ടണ പോലും ഇല്ലേ. 20 ദിവസമായി ഞാൻ 10-20 ദിവസമായി ഞാൻ അവിടെ താമസാക്കിട്ട് അയർലൻഡിൽ. ഞാൻ ലാലേട്ടന്റെ ഷോന് പോയി, പിന്നെ ഞാൻ അവിടെ സ്റ്റേ ബാക്ക് ചെയ്തു വേറൊരു പരിപാടി ഉള്ളതുകൊണ്ട്. 20 ദിവസമായപ്പോഴേക്കും അവിടെ വേറെ കുടുംബവും കുട്ടിയൊക്കെ ഉള്ള രീതിയിലേക്ക് വരെ ചോദ്യം ഉണർന്നു. അതല്ല, ചോദ്യം ഉണരുന്ന് എനിക്ക് മനസ്സിലായപ്പോ അതൊക്കെ ചിന്തകൾ വന്ന് തുടങ്ങി. അതാ പറഞ്ഞേ, കുട്ടികൾക്ക് വേറെ കുട്ടികളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭാര്യമാർക്ക് ഭാര്യമാരുടേതായിട്ടുള്ള സംശയങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം നമ്മുടെ ചരിത്രം അതാണ്. അതുകൊണ്ട് ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, പഴയ ചരിത്രം അല്ല. അത് പണ്ട് എന്താ അമ്മ ശ്രീനേട്ടൻ വിളിപ്പോ ഇന്റർവ്യൂ ഉണ്ടോ എന്ന് ചോദിക്കും, ആയി തോന്നി വിളിച്ച് പറയില്ലേ മനുഷ്യ എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പൊ ധ്യാനിന്റെ അടുത്ത് ധ്യാന്റെ വൈഫ് ഇന്ന് ഇന്റർവ്യൂ ഉണ്ടോ ആയിട്ടൊന്നും വിളിച്ച് പറയില്ലേ. നമ്മളൊരു ദിവസം ഒരു സ്ഥലത്ത് തന്നെ, ഇപ്പൊ ഈ ദിവസം തന്നെ നമ്മളൊരു സ്ഥലത്ത് 5 ദിവസം നിൽക്കുന്നിടത്ത് 2 ദിവസം കൂടുതൽ നിന്നാലും പ്രശ്നങ്ങൾ പലവിധം പലതരം എന്നുള്ളതാണ്. അപ്പൊ അത് കുടുംബജീവിതം ഒരു 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 ഞാലുമേ കളിയാണെന്ന് പറഞ്ഞ പോലെ അത് നമ്മൾ കൊണ്ടുപോവാന്ന് പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് തന്നെ അനീഷ് ഷർട്ടിടാതെ അഭിനയിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം അടി കിട്ടിയതാണ്. സത്യം. ആദ്യം മോനാ വന്ന് അത് നിർത്താതെ തല്ല മക്കളെ വരെ അടി കിട്ടും, അടി തന്നെ അടി. പിന്നെ അത് കഴിഞ്ഞ് മൂത്തവൻ പിന്നെ എന്താ പറയാ 5-6 അടിയിലങ്ങ് ഒതുക്കി. എന്നുവെച്ചാ ആൺമക്കള് വലുതാവുമ്പോ മക്കളെ വരെ അടി കിട്ടേണ്ട അവസ്ഥ. ഭാര്യമാരുടെ ഭാര്യ പറയണ്ടല്ലോ. എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല നിങ്ങൾ ഷർട്ട് ഇടാതെ അഭിനയിക്കുന്ന കാര്യം? പറഞ്ഞില്ല, അതൊക്കെയാണ് പ്രശ്നം. സൂചിപ്പിക്കായിരുന്നു. സൂചിപ്പിച്ചാലും വേണ്ടെന്നല്ലേ പറയുള്ളൂ, പിന്നെ സൂചിപ്പിച്ചിട്ട് കാര്യമുണ്ടോ എന്നല്ലേ? അടി കിട്ടത്തില്ലല്ലോ. ഒരു സിനിമയിൽ അങ്ങനെ ചെയ്തില്ല, ഈ സിനിമയിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? ക്യാരക്ടർ അത് ആവശ്യപ്പെടുന്നുണ്ട്, അങ്ങനെ പറയാം. അല്ല, വീട്ടിൽ ഷർട്ട് ഇടാതിരിക്കുന്നില്ല, ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് അടി കൊള്ളുവാണല്ലോ. അപ്പൊ മിക്ക സമയം ജാക്കറ്റ് ഒക്കെ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ എന്താണെന്നറിയാം. അതൊന്നും വിഷയമില്ല. ഏത് വഴിക്കാ വരിക എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ ചെയ്യാം. എന്ത് അതിന്റെ ഒരു റൂട്ട് ഉണ്ടല്ലോ, അതെ അതെ, റൂട്ട് നമുക്ക് പിടികിട്ടൂല. നമ്മൾ വിചാരിക്കും ഇന്നത്തെ ദിവസം കുടുംബത്തോടം കുറച്ചു നേരം ആനന്ദകരമാക്കാം എന്ന് വിചാരിക്കുന്ന ദിവസമായിരിക്കും ജീവിതം ഏറ്റവും മോശം ദിവസമായി മാറുക. അതുകൊണ്ട് ഞാൻ പറയുന്നത്, രാവിലെ തോന്നും കല്യാണം കഴിക്കണം, നല്ല ജീവിതം, ഉച്ചയാകുമ്പോൾ ഒന്നും കഴിക്കേണ്ടിയിരുന്നില്ല, രാത്രിയാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരുമ്പോൾ നമുക്ക് തോന്നും ഇനി ഇത് ഇവരോട് ചോദിക്കും. നല്ലൊരു ലെസൺ കിട്ടുകയും ചെയ്തല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും പറയാം, കഴിക്കണം. അതെ, കഴിക്കണം. പാകപ്പെടും, നമ്മൾ പാകപ്പെടും. പക്ഷെ പാകപ്പെടുമ്പോഴേക്ക് നമ്മുടെ ഒരു ആയുസ് തന്നെ 98 വയസ്സിൽ പാവപ്പെട്ടിരിക്കുന്നു. ഓക്കെ, നയന കല്യാണം കഴിക്കണോ? വിവാഹം എന്ന മൂവി ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് എല്ലാവരുടെയും ലൈഫൊക്കെ കാണുമ്പോൾ വേണ്ടെന്നാണ്. പിന്നെ നല്ലൊരാളൊക്കെ വന്നു കഴിഞ്ഞാൽ വൈ നോട്ട്. അങ്ങനെ ഒരാളില്ല എന്നതാണ് സത്യം. ചിലർക്ക് ചിലർ നല്ലവരാണ്, അത് മാത്രമേ ഉള്ളൂ അല്ലേ? അല്ല, ഞാൻ കണ്ടിട്ടുള്ള ഐഡിയൽ ആയിട്ടുള്ള കപ്പിളൊക്കെ ഉണ്ട് നമ്മള് യൂട്യൂബിലും അതിലൊക്കെ നമ്മൾ കാണുന്ന പവർ കപ്പിൾ ആൾക്കാരൊക്കെ ഉണ്ട്, വളരെ നന്നായിട്ട്. അവര് പുറമേ കാണിക്കുന്നതേ ഉള്ളൂ, വീട്ടിൽ മറ്റേ പരിപാടി ആയിരിക്കും. റീലൊന്നും ഓഫായി കഴിഞ്ഞാൽ കഴിഞ്ഞു. എല്ലാ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുള്ള റീലിലേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. കൂടുതൽ 90%. ഓക്കെ, അപ്പൊ അതാണ് താങ്കളുടെ അഭിപ്രായം.
നല്ലൊരാള് വന്നു കഴിഞ്ഞു, പക്ഷെ നല്ലൊരാളില്ല. പിന്നെ സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ ആൻസർ കിട്ടിയിരുന്നു. അതെ. ഓക്കെ, നേരാ. ഞാൻ ചേട്ടനും പറഞ്ഞതിന്റെ ചുരുക്കം, ഞാൻ ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ, ബാക്കിയുള്ളവരും കൂടെ അനുഭവിക്കണമല്ലോ എന്നുള്ളതാണ്. ഞങ്ങൾ അനുഭവിക്കുന്നു, ഞങ്ങൾ എന്റെ അഭിപ്രായം കല്യാണം കഴിക്കണം എന്നാണെന്ന് ലാസ്റ്റ് കൊണ്ട് ചുരുക്കി. രാവിലെ കല്യാണം കഴിക്കണം തോന്നും, ഉച്ചയ്ക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നും, രാത്രി ആകുമ്പോ പ്രശ്നങ്ങളൊക്കെ തീരുമ്പോ കുഴപ്പമില്ല എന്ന് തോന്നുന്നു, എന്നിട്ട് ലാസ്റ്റ് കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് എന്ന്. ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ, ബാക്കിയുള്ളവരും കൂടെ അനുഭവിക്കണമല്ലോ എന്നുള്ളൊരു സാധനമാണ്. ഞങ്ങൾക്ക് അതാ കിട്ടിയത്. കാര്യം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സമയമില്ല. അതിനുവേണ്ടി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കും. വണ്ടി പിടിച്ച് ഞങ്ങൾക്ക് ബാക്കിയുള്ളവരെ കാര്യം പോയിട്ട് സ്വന്തം കാര്യം പോലും 2 ദിവസം extend ചെയ്യാൻ പോലും പറ്റുന്നില്ലെന്ന്. ഓക്കെ, ഗുഡ്. ഒരു ചോദ്യത്തിന് ഇത്രയും സമയം എടുത്തില്ലേ? വേറെ 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ, 7 ഉണ്ടായിരുന്നു, നമുക്ക് ഒതുക്കാം. ഈ റൗണ്ടിലുള്ള ചോദ്യങ്ങളുടെ പ്രശ്നം വെച്ചാൽ ഉത്തരം നീണ്ടു പോകും, അല്ലെങ്കിൽ ഒറ്റ ഉത്തരത്തിൽ ഒതുക്കണം. താങ്ക് യു. അത് നല്ല ഐഡിയ. അതെ, പക്ഷെ അതിലൊരു രസം ഉണ്ടാവില്ലല്ലോ. ഓക്കെ ഓക്കെ. വിവാഹം കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പ്രായം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ, ജസ്റ്റ് ഒരു ജനറൽ വ്യൂ, ഏതായിരിക്കും? അതിന്റെ അങ്ങനെ ഒരു പ്രായം അതില്ല, പ്രായമൊന്നുമില്ല. ഒന്നുമില്ല. ഏത് പ്രായത്തിലും കല്യാണം കഴിക്കാം. അതെന്താണ് എന്ന് വെച്ചിട്ട് 16 വയസ്സ് 17 വയസ്സിൽ കല്യാണം കഴിക്കാം. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് 14 വയസ്സിൽ കല്യാണം കഴിച്ച് സെറ്റിൽ ആയല്ലോ. സ്വാഭാവികം. ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. 14 വയസ്സിൽ എനിക്ക് തോന്നി ഇനിയിപ്പം പഠിച്ച് ജോലിയായി ഇതൊക്കെ ആയിട്ട് അത്രയും ലേറ്റ് ആക്കണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു 14 വയസ്സിൽ ഞാൻ കല്യാണം, കാരണം ആ സമയത്ത് എനിക്കൊരു പ്രണയമുണ്ട്. അല്ല, എനിക്ക് കുട്ടിയിട്ടൊന്നല്ല, കുട്ടിക്കും താല്പര്യമുണ്ട്. ഞാൻ വിചാരിച്ചു കല്യാണം കഴിക്കാൻ. ഞാൻ അച്ഛനോട് അടക്കം പറഞ്ഞു, ഞാൻ എനിക്ക് ഒരു കുട്ടീനെ കല്യാണം കഴിക്കാൻ. അച്ഛനോട് ഒരു സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, കാരണം അച്ഛൻ ജോലി ചെയ്യുന്നുണ്ട്, സമ്പാദ്യമുണ്ട് അത്യാവശ്യം. എന്തിനാണ് വൈകിക്കുന്നത്? വീട്ടിൽ നോ ലൈബിലിറ്റി, ലോ ലൈബിലിറ്റി. എന്തിനാണ് വൈകിക്കുന്നത്? കാരണം അച്ഛന് നേരത്തെ കാലത്ത് മറ്റേ മുത്തച്ഛനെന്ന് പറഞ്ഞ പോലെ മുത്തച്ഛനാവാം. പിന്നെ ഞാൻ 14 വയസ്സ് 15 വയസ്സാകുമ്പോഴേ, എനിക്ക് 30 വയസ്സാകുമ്പോഴേക്ക് കുട്ടി SLC കാണും. പക്ഷെ ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല. പേരൻസ് മീറ്റിംഗിൽ വരുന്നത് 10 പഠിക്കുന്ന അച്ഛൻ, LKG പഠിക്കുന്ന കൊച്ചിന്റെ. അല്ല, 30 വയസ്സാ, എനിക്കൊരു 35 വയസ്സാകുമ്പോൾ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ മുത്തച്ഛനാവുമല്ലോ. വൈബായിരിക്കും. പിന്നെ 37 വയസ്സിലൊക്കെ നമുക്ക് കാലം നീട്ടിയ ഇങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. മീനത്തിൽ താലികെട്ടാണ് അതിന്റെ ഒരു ഇൻസ്പിറേഷൻ അല്ലേ? സത്യം, ആ സിനിമ കണ്ടപ്പോ അതെ, അതെനിക്കും തോന്നിയായിരുന്നു. പക്ഷെ ഇവിടുത്തെ നിയമം അനുവദിക്കാത്തിടത്തോളം, അതുകൊണ്ട് കല്യാണം കഴിക്കാൻ 18 അല്ല, ഇവിടുത്തെ മാരേജ് 18, ആണുങ്ങൾക്ക് 21. ആ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കല്യാണം കഴിക്കേണ്ടവർ കല്യാണം കഴിച്ചോളൂ. നേരത്തെ അനുഭവിക്കണമെങ്കിൽ അനുഭവിച്ച് തീർക്കാം, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് കല്യാണം കഴിക്കണം. ഇപ്പൊ അമീർ ഖാൻ 60ാമത്തെ വയസ്സിൽ 3ാമത്തെ കല്യാണം കഴിച്ചു. 70ാമത്തെ വയസ്സിലാണ് 4ാമത്തെ കഴിക്കാം, അല്ലേ? അത്രേ ഉള്ളൂ. നല്ലൊരു ആശയം. കല്യാണം എപ്പോഴും വേണം കഴിക്കാം, കഴിക്കണോന്നുള്ളതാണ്. അതിനൊരു പ്രായപരിധി ഒന്നുമില്ല, പ്രായപരിധി ഇല്ല, പ്രായവും ഇല്ല. നയനക്കാണല്ലോ അങ്ങനെ ഒരു എപ്പോഴെങ്കിലും നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ടൈമിൽ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? എനിക്കൊരു 19 വയസ്സിലൊക്കെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ബുദ്ധി വന്നപ്പോ ഏത് പ്രായത്തിലാണ് ഐഡിയൽ ഏജ് ടു ഗെറ്റ് മാരീഡ്? അല്ല, സെൽഫ് കാര്യം പറയാം. അറിയാതൊരു കാര്യം പറഞ്ഞു, എനിക്ക് 19 വയസ്സിലായിരുന്നു കല്യാണം കഴിക്കാൻ താല്പര്യം. അതെനിക്ക് ബുദ്ധി ഉറച്ചില്ല. 19 വയസ്സായിട്ട് ബുദ്ധി ഉറച്ചില്ല എന്ന് പറയുന്നത് ഒരാളെ അത് പറയാൻ പറ്റില്ല. അവക്ക് ആ പ്രായത്തിന് ബുദ്ധി ഇല്ലായിരുന്നു. എനിക്ക് ബുദ്ധി ഉറച്ചപ്പോ അത് മാറി കിട്ടി. ഇപ്പൊ ഉറച്ചു നമ്മൾ ഉറപ്പിക്കാൻ പോകുന്നു. അടുത്തറിയുന്നവർ അങ്ങനെ പറയും. അന്നേരം ഭയങ്കര ആഗ്രഹമായിരുന്നു. 19 ഭയങ്കര ആഗ്രഹമായിരുന്നു കല്യാണം കഴിച്ച്. എന്താ പറയാ, നമ്മള് മറ്റേ സിനിമയിലൊക്കെ കാണില്ലേ, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിൽ കയറി, മറ്റേ അമ്മിയിലൊക്കെ അരച്ച് ഫ്രിഡ്ജിലൊന്നും ഫുഡ് വെക്കരുത്, അമ്പലത്തിലൊക്കെ പോയി ദോശയൊക്കെ ചുട്ട് അമ്പലക്കുളത്തിലൊക്കെ പോയി കുളിച്ച്, അങ്ങനത്തെ ഈ പറഞ്ഞ കല്യാണം കഴിക്കണ്ട. പക്ഷെ നീ ഉദ്ദേശിക്കുന്ന അത് കഴിഞ്ഞ് ഹസ്ബൻഡിനെ പോയി വിളിക്കുന്നു. പൂമുഖവാദിക്കൽ സ്നേഹം തുളുമ്പുന്ന ഭാര്യ, ആ ടൈപ്പ് ഓഫ് പണ്ട്. പിന്നെ പണ്ട് 19 വയസ്സിൽ ആഗ്രഹമുണ്ട്. സിനിമ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടല്ലേ? അല്ല, ആ സമയത്ത് റിലേഷൻ ഉണ്ടായിരുന്നു.
പുള്ളി പറഞ്ഞ എങ്ങനെയൊക്കെ വേണം അമ്മയിലായി അല്ല പുള്ളിയുടെ അമ്മ അങ്ങനായിരുന്നു. അപ്പൊ അമ്മയിലായിരിക്കും. അങ്ങനെയല്ല, അമ്മ ഭയങ്കര ഓക്കെ അങ്ങനെയൊക്കെ ഒരു അങ്ങനത്തെ ഒരാൾ. അപ്പൊ നമുക്ക് അമ്മ ബോയ്സിന്റെ മനസ്സിലൂടെയുള്ള വാതിൽ അമ്മമാര് ത്രൂ ആണല്ലോ. സോ അപ്പൊ അവനിപ്പോ അവന്റെ അവസ്ഥ ഒന്ന് അന്വേഷിച്ചേക്കും. അവനിപ്പോ മിക്കവാറും ഒന്നിലും ജയിലിലായിരിക്കും. ആരെങ്കിലും അമ്മയ്ക്കെല്ലാം വെച്ച് അടിച്ചു വേണം അവന്. അല്ലെങ്കിൽ ആരെങ്കിലും അവൻ പറഞ്ഞ ആളെ അമ്മിക്കല്ല് വെച്ച് അടിച്ചു വേണം. കാരണം അവൻ പറയുന്ന രാവിലെ ഗ്രൈൻഡർ പറ്റില്ല, അമ്മിയിൽ തന്നെ അരക്കണം. രാവിലെ പുഴയിൽ പോയി കുളിക്കണം. അവന്റെ ആഗ്രഹമല്ല. ഞാൻ അമ്മയുടെ ഒരു സംഭവം കണ്ട് ഹിന്ദുസ് അങ്ങനെയാണല്ലോ, ഞാൻ ക്രിസ്ത്യൻ അല്ലേ, അപ്പൊ എനിക്ക് അങ്ങനെ ഇൻസ്പയർഡ് മറ്റേ അല്ല ഇന്നത്തെ കാലത്തുള്ള ചൂടി. അല്ല ഇന്നത്തെ കാലത്തുള്ള കുട്ടികളോടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ രാവിലെ എണീക്കണമെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. 9:30 ആയിരിക്കും മനസ്സിൽ പോകേണ്ട, 8 മണിക്ക് എണീക്കുന്ന ആൾക്കാരാ. പിന്നെ ഓം ശാന്തി ഓശാനൊക്കെ ഇൻസ്പിറേഷൻ ആണല്ലോ. കഞ്ഞിയും പേർ ഉണ്ടാക്കി, ഞാൻ ബീട്രൂട്ട് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി. ബീട്രൂട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കും. ബീട്രൂട്ട് ചോക്ലേറ്റ് കേക്ക് ഓ കേക്ക് ഇംപ്രസ് ചെയ്യണം. ഞാൻ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഉണ്ടാക്കി തരാം. അമ്മി അരച്ചാണോ? അത് മമ്മിയിൽ അരച്ചുണ്ടാക്കാം. അല്ല സിനിമ വലിയൊരു ഇൻഫ്ലുവൻസ് അല്ലേ എന്ന് വെച്ചാൽ അന്നൊക്കെ നമ്മള് കാണുമ്പോ ഇത് നമ്മുടെ കൺവെൻഷണൽ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണല്ലോ നമുക്കൊക്കെ. നമ്മൾ കാണുന്ന നമ്മുടെ അമ്മമാരെ തീർച്ചയായിട്ടും ആ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ കാണുന്ന അന്നത്തെ കാലത്ത് അമ്മമാര് രാവിലെ എഴുന്നേറ്റ് ചായ കൊടുത്ത് ഹസ്ബൻഡിന് ഇത് കൊടുത്ത് ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ മാത്രം അവർക്ക് അവർ ത്യാഗം ചെയ്യാണ്. വീടാണ് എല്ലാം എന്നുള്ളൊരു ആ കാലത്തുള്ള സ്ത്രീകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്രിഫൈസ് ആണ്. 5 മണിക്ക് മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, അവരുടെ സ്വപ്നങ്ങളും ഇതൊക്കെ എല്ലാം വിട്ടെറിഞ്ഞ് മക്കൾക്കും ഭർത്താവിനും വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞ് അവർ ഡെഡിക്കേറ്റ് ചെയ്യാണ് അവരുടെ ലൈഫ്. അവർക്ക് അവരുടെ ആഗ്രഹങ്ങളൊന്നും ഇതില്ല. തീർച്ചയായിട്ടും ആ കാലമൊക്കെ മാറി. അപ്പൊ അന്ന് നമ്മുടെ തോട്ട്സിൽ ഇതുപോലെ എന്റെ അമ്മയെ പോലെ ഒരു കുട്ടിയായിരിക്കണം എന്നുള്ള ചിന്ത അന്നത്തെ കുട്ടികളൊക്കെ ഉണ്ടാവും. എല്ലാ ബോയ്സിനും ഇപ്പോഴും ഉണ്ട് അമ്മയെ പോലൊരു ചുരുക്കം ചിലർ ഉണ്ട്. അമ്മയെ പോലെ ബോയ്സിനൊക്കെ ഇന്ന് നല്ല പണി കിട്ടും. അങ്ങനെയല്ല എല്ലാം കൊണ്ടും. പണ്ടത്തെ ജനറേഷൻ പോലെ ഇപ്പോൾ ഉള്ളവര് സാക്രിഫൈസ് ചെയ്യാനുള്ള കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നടക്കൂല. ലൈക് സംതിങ് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവണം അമ്മയുടെ പോലെ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടാവും. നേരൊക്കെ ആണെങ്കിലും എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് മാരേജിനോട് ഭയങ്കര വിരക്തിയായിരുന്നു. ബോയ്സിനോട് തന്നെ ഒരു വിരക്തിയായിരുന്നു. പിന്നെ ഏത് ഏജ് വരെ? ഇല്ല, ആഫ്റ്റർ ഡിഗ്രി PG ആ ഒരു സമയത്തൊക്കെ എനിക്ക് കല്യാണം കഴിക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. പിന്നെ അത് മാറി കല്യാണം കഴിക്കണം എന്നുള്ളൊരു സാധനത്തിലേക്ക് വന്നു. PG കഴിഞ്ഞപ്പോ? അതെ. അതുവരെ ഒരു എനിക്ക് കല്യാണം ഒന്നും കഴിക്കണ്ട, എനിക്ക് വീട്ടിൽ അമ്മേന്റെയും പപ്പേന്റെയും കൂടെ നിന്നാൽ മതി എന്നൊക്കെ ഉള്ളൊരു സാധനമായിരുന്നു. പിന്നെ അതങ്ങ് മാറി, കല്യാണം കഴിക്കണം. ഇപ്പൊ എല്ലാരും പറഞ്ഞു വന്ന സ്ഥിതിക്ക് എല്ലാരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു രസമാണല്ലോ. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ, ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലോ. ലൈഫിലെ റോളർ കോസ്റ്റർ ഒക്കെ വേണമല്ലോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പാർട്ട്ണർ വേണം എന്നുള്ളതാണ് ബേസിക്കലി. ഓക്കെ, ഒരു പാർട്ട്ണർ ഉണ്ടാവണം. അതൊരു മാൻ വുമൺ റിലേഷൻഷിപ്പിന് അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. അത്തരം അതൊന്നും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട്. ഇപ്പൊ റിലേഷൻഷിപ്പ് ആർക്കാ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കാത്ത? എല്ലാവർക്കും. അതാണല്ലോ അതിന്റെ ഈ നേച്ചറിന്റെ. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക, നല്ല സൗഹൃദങ്ങൾ, നല്ല ഫ്രണ്ട്സ്. അതിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ കല്യാണം കഴിക്കണോ എന്നുള്ളത് ഇന്നത്തെ കാലത്ത്, കാരണം ആ കാലം കഴിഞ്ഞ് ഇന്നത്തെ ആൾക്കാർ എത്രയോ ആൾക്കാർ ഒരുമിച്ച് കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സോ കല്യാണം കഴിക്കൽ ഈസ് കംപ്ലീറ്റ്ലി എന്താ പറയണ്ടേ, പേഴ്സണൽ ചോയ്സ്. നിങ്ങൾക്ക് കഴിക്കണം എന്ന് തോന്നുമ്പോൾ കഴിക്കാം, കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട. ഈ കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിന് വിട്ടുവരണമെങ്കിൽ വിട്ടുവരാം. വർക്കൗട്ട് ആവുമെന്ന് തോന്നില്ലെങ്കിൽ കൂടെ അങ്ങനെ പിടിച്ച് നിൽക്കേണ്ട കാര്യം. എല്ലാം അവരവരുടെ ഇഷ്ടത്തിന് അവർക്ക് എന്ത് തോന്നുന്നു അതിൽ നിന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. തെറ്റുകൾ സംഭവിക്കും, തീരുമാനങ്ങൾ തെറ്റും. ആ തെറ്റിൽ നിന്ന് പഠിച്ച് അടുത്തതിലേക്ക് ചെയ്യാം. ചിലപ്പോൾ അടുത്തതും പാളിക്കഴിഞ്ഞാൽ ഇന്ന് അവസരമുണ്ട്, 80s അവസരമില്ല. നമുക്ക് സ്റ്റക്ക് ഇനി ഇല്ല, ഇനി ഒരു തിരിച്ചുപോക്കില്ല. ഈ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റി പറഞ്ഞ ചോദിച്ചാൽ ഈ ഏറ്റവും നല്ല സുഹൃത്തുക്കളും ജനിച്ചാൽ മതിയായിരുന്നു. ഏറ്റവും സുഖമായിരുന്നല്ലേ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കൗണ്ടറും പാരയൊക്കെ കേൾക്കുന്ന നല്ല സുഹൃത്തുക്കളുണ്ടല്ലോ. അങ്ങനെ അജുവിനെ പറ്റി പറയുകയാണെങ്കിൽ അജു പറഞ്ഞൊരു വാക്കിപ്പോൾ എനിക്ക് ധ്യാനെ തീർച്ചയായിട്ടും CM ആയിട്ട് കാണണം. അപ്പോൾ അങ്ങനെയുള്ള ഉപദേശങ്ങൾ ഞാൻ കൊടുക്കാറുമുണ്ട്.
അതിന് അത് കഴിഞ്ഞിറങ്ങി അജുവിനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, എന്താണ് തോന്നിയത് ആ അവസരത്തിൽ? ഏത് അജുനോ? അജുന പറയുന്നൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്ത് കേൾക്കാൻ വന്നു കഴിഞ്ഞാല് ഞാൻ കുത്തോളം എടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് പല മനുഷ്യന് ഇപ്പൊ പല പല ആഗ്രഹങ്ങളായിരിക്കുമല്ലോ. ഇതിപ്പോ സീം ആവണമെന്ന് തോന്നും, ഒരു വർഷം കഴിയുമ്പോ അങ്ങ് രാജിവെക്കും. നമ്മൾ മനസ്സിലാണല്ലോ ഇതൊക്കെ. ഇതൊന്നും തന്നെ നമ്മൾ പല ആഗ്രഹങ്ങളും പുറത്തു പോയെന്ന് ആരും പറയൂലല്ലോ. പഴയ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഓക്കെ, അത് നമ്മൾ പുറത്തു പോയി പറയില്ല, ഞാൻ പുറത്തു പോയി പറയും. അത്രയുള്ള വ്യത്യാസം. അജു ഇത് പറഞ്ഞു. കാരണം നമ്മുടെ സിനിമയിൽ നിന്നുള്ള ഒരാൾ നമ്മുടെ അടുത്തുള്ള സംസ്ഥാനത്ത് CM ആയി വരുന്നു. അപ്പൊ നമ്മളത് നോക്കിക്കാണുന്നത് നമ്മളെ ഫ്രറ്റേണിറ്റിയിൽ ഒരാള് CM ആണ്. അപ്പൊ നമുക്ക് ഭയങ്കര കൗതുകവും, അദ്ദേഹം CM ആയി. അപ്പൊ അജു നോക്കിയപ്പോ ഇവിടെ ഒരുത്തന്നെ CM ആക്കണല്ലോ. ഇപ്പോൾ പറ്റുന്നത് അജു മറ്റേ കിങ് മേക്കർ ആണ്. പുള്ളിക്ക് ആവണ്ട, പുള്ളിക്കൊന്നും ആവണ്ട, പുള്ളിക്ക് ആരെങ്കിലും ആക്കണം. അതാണ് മെയിൻ. പുള്ളിക്ക് അതിന്റെ പുറകെ നിന്നാ മതി. അപ്പൊ അജു നോക്കിയപ്പോ ആരെ CM ആക്കും? പറഞ്ഞാൽ കേൾക്കുന്നവൻ വേണം. ഞാൻ നമ്മുടെ ഒരു കമ്പനി വേണം. ഞാനിപ്പോ ഓൾറെഡി തീരുമാനം എടുത്തിരിക്കുകയാണ് CM ആവാൻ. ഓൾറെഡി എടുത്തു. കാരണം ദളപതി വിജയ് CM ആയി, എന്നാ പിന്നെ ആശാൻ CM ആയ സ്ഥിതിക്ക് നമ്മളിവിടെ CM ആവും. പിന്നെന്താ, നമുക്ക് ക്വാളിഫിക്കേഷൻ കുറവൊന്നുമില്ലല്ലോ. പിന്നെ നല്ല സംസാരിക്കാൻ കഴിവുണ്ട്, കമ്മ്യൂണിക്കേഷൻ കുഴപ്പമില്ല. ഞാൻ തമാശ പറയില്ല കേട്ടോ. CM ആവാനും പിന്നെ ചില അമ്മയുടെ പ്രസിഡന്റ് ഒക്കെ ആവാനും യോഗ്യത ഉള്ള ഒരാൾ തന്നെയാണ്. നിങ്ങൾ എന്നിൽ കാണുന്ന ആ യോഗ്യത CM ആയിട്ട് അളിയാനൊക്കെ വിളിക്കുന്നു. നല്ലോണം സംസാരിക്കാൻ പറ്റിയാ മതി. നല്ലോണം സംസാരിക്കാൻ പറ്റുന്ന നിങ്ങൾ അത്യാവശ്യം നല്ല വിവരമുണ്ട്. അടുത്തറിയുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിനെ കുറിച്ചും നല്ല നോളജും ഉണ്ട്. എന്തിനെ പറ്റിയും സംസാരിക്കാം. എന്താ സംസാരിക്കാന്ന് ചോദിക്കുന്നത്, പിന്നെ വെട്ടി തുറന്ന് പറയും. ഒന്നും വേറെ CM-ന്റെ ക്വാളിറ്റി, CM-ന്റെ ക്വാളിറ്റി അല്ലേ. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ കരിയറിന് ഉച്ചത്തെ ഞാൻ വിട്ടിട്ട് വേണം വരാൻ. സീരിയസ്ലി കരിയറിന് ഉച്ചത്തിലാണല്ലോ ഞാനിപ്പോ. ഉച്ചയിലടിച്ച് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്ത റെക്കോർഡ് വരെ കിട്ടിയില്ല. പക്ഷെ അത് നിൽക്കൂല, അതാണ് പ്രശ്നം. അത് മാത്രമല്ല, പക്ഷെ ഇപ്പോഴത്തെ എന്റെ ഒരു ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നാട്ടുകാർ എന്റെ അവനെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ വഴിയില്ല, CM ആയേ പറ്റും. CM അന്നേരം പറഞ്ഞൊരു ഡയലോഗുണ്ട്, CM ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതേപോലെ വിജയ് നിന്ന് പ്രസംഗിച്ചതുപോലെ താഴെ സാരി ഇട്ട് നവ്യ നായർ ഇരിക്കണം. അതൊക്കെ ഒരു അത് ആർക്കിപ്പോ നേരത്തെ നയന പറഞ്ഞു ഞാനും വരട്ടെ സാരി കൊടുത്തിട്ട് ഐശ്വര്യ സാരി കൊടുത്ത് വരട്ടെ, അളി ജുബ്ബ മുണ്ട് കൊടുത്തിട്ട് അളിയൻ സാരി കൊടുത്ത് ഇനി അളിയന് മന്ത്രിയാവണോ? മന്ത്രിയാവോ, അത്രയൊക്കെ ഉള്ളൂ. ഇതിലിപ്പോ ഞാൻ പറയുന്ന പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കൊരു തീരുമാനം ഉണ്ടെങ്കിൽ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം അറിവുണ്ടാവണം. എന്ത് ഇവിടുത്തെ പൊളിറ്റിക്കൽ സിനാരിയോനെ കുറിച്ച് അറിവുണ്ടാവണം. ഇപ്പൊ നമ്മുടെ തന്നെ ഫ്രറ്റേണിറ്റിയിലുള്ള രമേശ് പിഷാരടി ഇന്ന് പാലക്കാടിന്റെ MLA അല്ലേ? പിന്നെ അല്ലേ? തീർച്ചയായും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രൗഡല്ലേ. കാരണം അദ്ദേഹം നമ്മളോട് സിനിമ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫ്രറ്റേണിറ്റിയിലുള്ള ഒരാള്. കാരണം നന്നായി സംസാരിക്കും, അത്യാവശ്യം പൊളിറ്റിക്സിനെ പറ്റി ധാരണയുള്ള ആളാണ്, വെൽ റെഡ് ആണ് പുള്ളി. ഇത്തരം മെയിൻ ആയിട്ട് പിന്നെ ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള കുറച്ച് വേണം. പിന്നെ ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നല്ല മനസ്സും ഉണ്ടാവണം. കാര്യങ്ങൾ എന്താ പറയണ്ട, ബയസ്ഡ് അല്ലാതെ, വൺ സൈഡഡ് ആവാതെ, ചീത്ത വിളിക്കാതെ എന്നല്ല, കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. നമ്മുടെ അടുത്തൊരു ആവശ്യമായി വരുമ്പോൾ അതിനെ കറക്റ്റായിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്യാനും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റ് സമയത്ത് ഡിസിഷൻ എടുക്കാനും തീരുമാനങ്ങൾ എടുക്കാനും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു മിടുക്കുണ്ടാവണം. ഇത്തരം കാര്യങ്ങളൊക്കെ സിനിമ നമ്മളെ കുറെ രീതിയിൽ പഠിപ്പിക്കും. സത്യം പറഞ്ഞു അനീഷ് അറിയാത്തൊരു കാര്യമില്ല, എന്നാലും ഞാൻ പറയാം. അനീഷിനെ ഞാൻ ക്യാബിനറ്റിലാണ് അനീഷിനെ മന്ത്രിയാക്കുക. വിജയ് മന്ത്രിയായത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, വിജയ് മന്ത്രിയായപ്പോ അവിടെയുള്ള ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു കക്ഷിനെ മന്ത്രിയാക്കി. മന്ത്രിയാണ് അദ്ദേഹം. ഓക്കെ, അനീഷ് മന്ത്രിയാന്ന് വെച്ചാൽ അനീഷ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ആളാണ്. പിന്നെ ഒരു വർഷം 200-300 സിനിമകൾ ചെയ്യുന്നുണ്ട്. ഈ 200-300 സിനിമ ചെയ്യുമ്പം 300ഓളം ആൾക്കാരുമായി ഡീൽ ചെയ്യണം. പിന്നെ ഡീൽ ചെയ്യുന്ന ആൾക്കാർ സിനിമാക്കാർ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. കൃത്യമായി കാശ് കിട്ടൂല, പല പ്രശ്നങ്ങളുണ്ട്. ഡിപ്ലോമാറ്റിക് ആവണം. ഒരു ഓഫീസിൽ ഇത്രയും ആൾക്കാരെ കൊണ്ട് ഇത്രയും
ആൾക്കാരെ വലിയ കാര്യമാണ്. ഇത് സമയത്തിന് ഇത് കൃത്യമായിട്ട് കൊടുക്കണം, അതെ അതെ. ഇതെല്ലാം വലിയ ഇതാണ്. അതിന്റെ കൂടെ അഭിനയിക്കണം. പക്ഷെ ഇതൊക്കെ ഉണ്ടായാലും ഇപ്പൊ അനീഷിനുണ്ട് ഓഫീസിൽ പോയി അനീഷിന് ഇഷ്ടമാണോ ആൾക്കാർക്ക് എന്ന് ചോദിച്ചാൽ ചിലപ്പോ അവര് പറയും മുതലാളി ഒരു ചെറ്റയാന്ന് ചിലപ്പോ പറയും. അപ്പൊ അവിടെ പോയി ഞാൻ എന്ത് രസത്തിലായിരുന്നു പോയി. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആൾക്കാരുടെ ഇടയിൽ നമുക്ക് ഇഷ്ടം കൂടെ ഉണ്ടായെങ്കിൽ അവിടെ ഉണ്ട്. കാരണം അനീഷിനെ അവിടെ കാണുന്ന മുതലാളിയായിട്ടല്ല ഞാൻ കണ്ട സത്യം. അവിടെ ആരും തെറ്റെന്ന് പറയൂല. എല്ലാവരും പറയുന്ന അനീഷേട്ടാ അനീഷേട്ടൻ പണിയെടുക്കണ്ട, അനീഷേട്ടൻ അത് ചെയ്യണ്ട, അനീഷേട്ടൻ ചെയ്യണ്ട. അപ്പൊ അവിടെ ഒരു തൊഴിലാളി മുതലാളി ബന്ധമല്ല. അപ്പൊ എപ്പോഴാണ് നമ്മൾ ജനകീയനാവുന്നത്? നമ്മൾ മക്കളിലേക്ക് ഇറങ്ങുമ്പോഴാണ്. ഓക്കെ, ഇപ്പൊ വിജയുടെ രാഷ്ട്രീയത്തിൽ വിജയ് പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണ്? എനിക്ക് നിങ്ങളുടെ പണം വേണ്ട, കാരണം ഞാൻ സിനിമയിൽ അയാൾ അത്രയും വലിയ ബില്യണറാണ്, അത്രയും പൈസ ഉണ്ടാക്കി. അയാൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത് ഈ രാജ്യം നശിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം 2 കാര്യങ്ങൾ. ഒന്ന് കറപ്ഷൻ, ഊഴൽ, അഴിമതിയും മിസ്മാനേജ്മെന്റുമാണ്. അതിൽ കറപ്ഷൻ അദ്ദേഹം പറയുന്നത് എന്താ? എനിക്ക് പൈസ വേണ്ട, ഞാൻ നാളെ നിങ്ങളോട് കൈക്കൂലി ചോദിക്കുന്നവരോട് നിങ്ങൾ പറയൂ ഇത് നിങ്ങളുടെ അണ്ണൻ തമ്പി വിജയുടെ ആച്ചിയാണെന്ന് നിങ്ങൾ പറയൂ. അത് ആൾക്കാർ ബൈ ചെയ്തു. കാരണം വെച്ചാൽ ബൈ ചെയ്തെന്ന് വെച്ചാൽ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ അനീഷിനും എനിക്കും രാഷ്ട്രീയത്തിൽ പൈസ ഉണ്ടായ ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി ക്വാളിഫൈഡ് ആണ്. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ അനുവദിക്കാത്തടത്തോളം കാലഘട്ടം മാറിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇപ്പത്തെ പിള്ളേര്, ന്യൂജൻ പിള്ളേര് എന്ന് പറഞ്ഞാൽ എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ചെറിയ കുഞ്ഞു പിള്ളേര്, അത് തന്നെയാണ് അവിടെ വോട്ടായി മാറിയത്. അതെ, അപ്പൊ പുതിയ വോട്ടേഴ്സ് വരികയാണ്. അപ്പൊ ഒരു തലമുറ മാറ്റം എന്തെങ്കിലും സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഞങ്ങളെ ആക്കൂ. തീർച്ചയായിട്ടും. ഞാൻ ഈ പറഞ്ഞപ്പോ ഞാനൊരു CM സംസാരിക്കുന്ന പോലെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഓക്കെ, അങ്ങനെ തോന്നിയോ? ശരിക്കും വേറെ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തല്ലേ? അല്ല, ഇതിന് ഈ ചൂടോടുകൂടി ചോദിക്കണം. അല്ല, ചൂടോടുകൂടി ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണെന്നറിയാമോ? ഒരു CM-നോട് ഇടപഴകുന്ന പോലെയല്ല, ഒരു സുഹൃത്തിനെ പോലെ ഞാൻ ഇടപഴകും. മനസ്സിലായില്ലേ? അതാ ഞാൻ നേരത്തെ അളിയാന്ന് വിളിക്കാൻ പറ്റുന്ന CM. പിന്നെ അളിയ എവിടെ ഉണ്ട്? ഓഫീസിലുണ്ട്. എന്റെ സ്വഭാവം അന്നേരം ആള് മാറും. അന്നേരം ഇന്റർവ്യൂ ഏത് ഇന്റർവ്യൂ ഡിലീറ്റ് ചെയ്തൊക്കെ വേണ്ട, ഗോ 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 എടുത്തൊക്കെ. അല്ല, ഈ തമിഴ് ഇൻഡസ്ട്രി ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ കിട്ടുമോ ഇത്രയും ഫണ്ട് ഇങ്ങനെ ഇന്റർവ്യൂ? പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? അവര് സീരിയസ് ആയിട്ട് CM എന്ന് പറയുമ്പോ എത്ര വലിയൊരു പൊസിഷനിലുള്ള സാധനമാണ്. അപ്പൊ അനീഷേട്ടനെ കേറ്റി വെച്ച് ലാസ്റ്റ് ആ ചെറ്റ എന്നുള്ള വേർഡ് കൊണ്ട് താഴെയിട്ട പോലെ ഫണ്ടെന്നുള്ളൊരു സാധനം അല്ല. ആ ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോഴേ പെട്ടെന്ന് മലയാളത്തിലൊക്കെ അഭിനയിക്കുമ്പോഴാണെ പോലും ഇവിടെ പോലെ ഒരാളവിടെ ഇല്ലല്ലോ. കണ്ട ഉള്ളതാണെങ്കിൽ CM ആവുകയും ചെയ്യും. അത് കറക്റ്റ് ആണ് അല്ലേ? അല്ല, CM-ന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതിലേക്ക് തന്നെ പിടിച്ചോണ്ട് വേണത്. എന്താ ചിലപ്പോ ഒന്നും പറയാൻ പറ്റില്ല. അടുത്തൊരു നമുക്ക് ഇപ്പൊ ഇപ്പൊ നാളെ ചെറുതാക്കി കളഞ്ഞു. അങ്ങനെയല്ല, ഇപ്പൊ എനിക്ക് എത്ര പ്രായമായിട്ടുള്ളൂ. 50 വയസ്സൊക്കെ ആകുമ്പോ ആ പ്രായത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു നാട്ടുകാരെ തല്ലിക്കൊല്ലാതിരുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അല്ലേ ഇതിനകത്ത്? ഒരുപാട് പേരാണ്. ധ്രുവുണ്ട്, ധ്രുവൊക്കെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഗംഭീര പടം ഈ വരുന്ന ഓഗസ്റ്റിന് നിങ്ങൾക്ക് വേണ്ടി ഇറക്കിയിരിക്കുകയാണ്. വിവാഹം ആയിട്ടില്ല, വിവാഹം. അപ്പോൾ ഒരു ഗംഭീര അടിപൊളി ഒരു മൂവി ആവട്ടെ. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇപ്പം ചെയ്ത കുറേ മൂവീസും ധ്യാൻ്റെ ആണെങ്കിലും പേഴ്സണലി നല്ല റീച്ചുള്ള മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ് ആലോചിക്കുന്നത്? കളയരുത്. അല്ല, സീരിയസ്ലി ഇപ്പൊ ഡിറ്റക്റ്റീവ് ഒക്കെ തൊട്ട് നോക്കുമ്പോ ഡിറ്റക്റ്റീവ് കഴിഞ്ഞ വർഷം ഒരു വർഷം കുറെ മൂവി ചെയ്യുന്നുണ്ടല്ലോ. പോകുന്നോണ്ട് ഭാഗ്യം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ടീം. അടിച്ചുപൊളി.